സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പുസ്തകം അറിയപ്പെടുക ലൂക്കായുടെ സുവിശേഷം എന്ന പേരിലാണ്. രണ്ടാമത്തെ പുസ്തകം അറിയപ്പെടുക അപ്പസ്തോല പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് ദ അപ്പോസൽ എന്ന് പറയുന്നതാണ്. ആക്ട്സ് ഓഫ് ദ അപ്പോസൽസില് നടപടി പുസ്തകത്തില് ആരംഭിക്കുന്ന 1 മുതൽ 5 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് ചിന്തിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ്, ആദ്യ വചനത്തിൽ പറയുകയാണ്, തിയോഫിലിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ലൂക്ക ഈ വചനം എഴുതുകയാണ്. പണ്ടത്തെ രീതി അനുസരിച്ച് ഒരു പുസ്തകം ആർക്കെങ്കിലും എഴുതുന്ന ഒരു രീതിയിലാണ് പുസ്തകങ്ങൾ ആരംഭിക്കുന്നത്. ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളാണ്. ഒന്നാമത്തെ ഭാഗത്ത് വിശുദ്ധ പൗലോസ്ലീഹയാണ് പ്രധാനപ്പെട്ട കഥാപാത്രമെങ്കിൽ രണ്ടാമത്തെ ഭാഗത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം പൗലോസ്ലീഹയാണ്. 1 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളാണ് പത്രോസിന്റെ പേരിലുള്ളത്. 14 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളാണ് വിശുദ്ധ പൗലോസിന്റെ പേരിലുള്ളത്. ഇവിടെ യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതായിട്ട് സൂചിപ്പിക്കുന്നു. ആമുഖത്തിലെ 1-ാമത്തെ ഭാഗത്ത് 5-ാമത്തെ വചനത്തിൽ പറയുകയാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ആ സ്നാനമേൽക്കുന്ന കാര്യവും ആ സ്നാനമേറ്റതിന് ശേഷം, അതായത് പന്തക്കോസ്താ ദിനത്തിന് ശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളുമാണ് പിന്നീട് വരുന്ന അധ്യായങ്ങള്. ഈ ആമുഖത്തിലെ ആദ്യത്തെ 5 വചനങ്ങള് നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. അല്ലയോ തിയോഫിലിസ്, യേശു താൻ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിനു ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെ കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറൂസലേം വിട്ടുപോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവിനെ യേശു വാഗ്ദാനം ചെയ്തല്ലോ. യോഹന്നാന്റെ സുവിശേഷത്തില് 14-ാം അധ്യായത്തില് ഞങ്ങൾ കാണുന്നുണ്ട്. ആ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് പന്തക്കോസ്താ ദിനത്തിലേക്ക് എഴുന്നള്ളി വന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, വെള്ളം വരുമ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ ശരീരം മുഴുവനുമാണല്ലോ കർത്താവെ നനയുകയും കുതിരുകയും ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് പ്രത്യേകിച്ച് രോഗികളായ മക്കൾക്ക് സൗഖ്യവും സമാധാനവും നൽകണമേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തിപ്പടരണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.